We are not to be part of this world which is to be judged by God. ദൈവത്താൽ ന്യായം വിധിക്കപ്പെടേണ്ട ഈ ലോകത്തിന്റെ ഭാഗമായി നാം തീരരുത്. My young brothers and sisters, listen carefully. യുവ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധയോടെ കേൾപ്പീൻ. You are called to judge this world. നിങ്ങൾ ഈ ലോകത്തെ വിധിപ്പാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. That is the calling of the church. അതാണ് സഭയുടെ വിളി. And in doing so, അങ്ങനെ ചെയ്യുന്നതിലൂടെ sure we will suffer. തീർച്ചയായും നാം അതിനായിട്ട് കഷ്ടം അനുഭവിക്കും. Now, as we shared with us, നിങ്ങളോട് പങ്കുവച്ചതുപോലെ Jesus Christ was that righteous voice in the earth in the days of his flesh. താൻ ഐഹിക ജീവകാലത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ നീതിയുള്ള ശബ്ദമായിരുന്നു. And we know how much he suffered because of that. അതുകൊണ്ട് താൻ എത്രയധികം കഷ്ടം അനുഭവിച്ചു നിങ്ങൾക്കറിയാമോ? You know, if you and I would become that righteous voice reflecting God's righteousness and his judgments upon this earth, we will also go through sufferings in our life. ദൈവത്തിന്റെ നീതിയെയും ദൈവത്തിന്റെ ന്യായവിധിയെയും പ്രതിഫലിപ്പിക്കുന്ന ദൈവത്തിന്റെ നീതിയുള്ള ശബ്ദമായി നാം ഈ ലോകത്തിലായിരിക്കുന്നെങ്കിൽ തീർച്ചയായും നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. We know the disciples of Jesus Christ went through the same sufferings. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അങ്ങനെയുള്ള കഷ്ടതകളിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾക്കറിയാം. The world would hate Jesus. കർത്താവിനെ ഈ ലോകം വെറുത്തു. The world hated the disciples. ശിഷ്യന്മാരെയും ഈ ലോകം വെറുത്തു. And the world continued to rebel against Jesus Christ. ഈ ലോകം ഇന്നും കർത്താവായ യേശുക്രിസ്തുവിനെതിരായി മത്സരിച്ചുകൊണ്ട്. And if you and I would stand on his side, കർത്താവിന്റെ ഭാഗത്ത് നിങ്ങളും ഞാനും നിൽക്കുന്നുവെങ്കിൽ the world would hate us. ലോകം നിങ്ങളെയും എന്നെയും വെറുക്കും. Jesus said that if the world hated me, how much more it will hate you. എന്നെ ഈ ലോകം വെറുത്തെങ്കിൽ എത്രയധികം ലോകം നിങ്ങളെ വെറുക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. We need to realize this. ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. We cannot be friends of this world. ഈ ലോകത്തിന് സ്നേഹിതന്മാരായി നമുക്ക് ആയിത്തീരാൻ And James puts it very, very specifically. യാക്കോബ് ആ കാര്യത്തെ വളരെ When വ്യക്തമാക്കി. we turn to the book of James യാക്കോബിന്റെ ലേഖനം and chapter 4 അതിന്റെ 4-ാം അധ്യായം and verse 4, അതിന്റെ 4-ാം വാക്യം. James makes it very, very clear. യാക്കോബ് ഈ കാര്യത്തെ വളരെ വ്യക്തമാക്കി. He says a very strong word to believers. വിശ്വാസികളോട് വളരെ ശക്തമായ ഒരു വചനമാണ് ഞാൻ ഇവിടെ പറയുന്നത്. Ye adulterers and adulteresses, വ്യഭിചാരിണികളായുള്ളവരെ, know ye not that the friendship of this world is enmity with God? ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Whosoever therefore shall be a friend of the world is the enemy of God. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. Whosoever therefore will be a friend of this world would be enemy of God. ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. Yes. Let me read it from another translation. വേറൊരു പരിഭാഷയിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Yes. This is what one translation says. You are cheating on God. ഒരു പരിഭാഷ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ വഞ്ചിക്കുകയാണ്. If all you want is your own way, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ you are cheating on God. ദൈവത്തെ നിങ്ങൾ വഞ്ചിക്കുകയാണ്. If all you want is your own way,
നിങ്ങൾ നിങ്ങളുടെ വഴിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. Flirting with the world every chance you get. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സന്ദർഭങ്ങളിലെല്ലാം ലോകത്തോടെ ചുറ്റി നടക്കുക. Flirting with the world every chance you get. You are cheating on God. നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുമ്പോഴെല്ലാം ലോകത്തോടെ ചുറ്റി നടക്കുകയാണ്. You end up enemies of God and His way. ദൈവത്തിനും ദൈവ വഴിക്കും തീർച്ചയായും നിങ്ങൾ ശത്രുക്കളായി തീരും. Another translation says, മറ്റൊരു പരിഭാഷ ഇങ്ങനെ പറയുന്നു, you are like an unfaithful wife who loves your husband's enemy. നിങ്ങൾ അവിശ്വസ്തയായ ഒരു ഭാര്യയെ പോലാണ് ഭർത്താവിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ പോലെ. Living translation says that, Living Bible. ലിവിംഗ് ബൈബിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. You are like an unfaithful wife who loves your husband's enemy. That is what. ഭർത്താവിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു അവിശ്വസ്തയായ ഭാര്യയെ പോലാണ് നിങ്ങളെന്ന് യാക്കോബ് പറയുന്നു. If you love the world. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ What a strong word that is, saints of God. അതെത്ര ശക്തമായ ഒരു വചനമാണ് ദൈവമക്കളെ. Dear brothers and sisters, പ്രിയ സഹോദര സഹോദരി, the world will hate us. തീർച്ചയായും ഈ ലോകം നമ്മെ വെറുക്കും. The world will hate us. ഈ ലോകം നമ്മെ വെറുക്കും. Because we are to reprove this world of sin and righteousness and judgment. ഈ ലോകത്തെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ശാസിച്ച് ബോധം വരുത്തേണ്ടവരാണ് നാം. അതുകൊണ്ട് ഈ ലോകം നമ്മെ വെറുക്കും. That's why the word of God says that we must always remind ourselves that our warfare is not against flesh and blood, but against powers and principalities in heavenly places. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, എന്നാൽ സ്വർഗ്ഗലോകത്തിലുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. Amen. That's what we read in the book of Ephesians. അതാണ് നാം എഫേസ്യലേഖനം 6-ാം Chapter അധ്യായത്തിൽ 6. വായിക്കുന്നത്. Let's just turn to that once again. എഫേസ്യലേഖനം 6-ാം അധ്യായം. Ephesians chapter 6 എഫേസ്യലേഖനം 6-ാം അധ്യായം and verse 12. അതിന്റെ 12-ാം വാക്യം. For we wrestle not against flesh and blood, but against principalities and powers, against the rulers of darkness of this world. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും അത്രേ. Amen. Amen. How can we be friendly when we are in a warfare? Think about it. ഒരു പോരാട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ശത്രുവിനോട് സ്നേഹിതരായിരിക്കുവാൻ കഴിയുന്നത്? If I see anybody sleeping, I will call the name and tell you to stand up. ഇവിടെ ആരെങ്കിലും ഉറങ്ങുന്നത് കണ്ടെന്നവരിൽ പേര് വിളിച്ചിട്ട് നിങ്ങളെ എണ്ണിപ്പിച്ചു നിർത്തും. Praise God. You are very cooperating. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിനായിട്ട് വളരെ നന്ദി. You will be very cooperative. When I call the name, you will stand up. ഞാൻ പേര് വിളിക്കുന്ന എണ്ണീറ്റ് നിൽക്കുന്നതിനും എന്നോട് സഹകരിക്കണം. സഹകരിക്കും. Now you are awake. Listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. We are in a warfare, and our warfare is against the rulers of this world. How can we hobnob with them? Be friendly with those powers. നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ഈ ലോകത്തിന്റെ അന്ധകാര ലോകാധിപതികളോടാണ്. അങ്ങനെയാണെങ്കിൽ അവരോടെങ്ങനെ സ്നേഹിതരായി അവരോടെങ്ങനെ ചുറ്റി നടക്കുവാൻ നമുക്ക്? Against the rulers of darkness of this world, against spiritual wickedness in high places. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും മാത്രമേ നമുക്ക് പോരാട്ടമുള്ളൂ. We must be aware of this in our lives. ഇതേക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ബോധമുള്ളവരായിരിക്കണം. Because we are going to reprove this world of its ways, its unrighteousness,
and how they are really moving onward to God's judgments. ഈ ലോകത്തിലുള്ള പാപത്തെ കുറിച്ചും അനീതിയെ കുറിച്ചും ഒക്കെ നാം ശാസ്ത്രീയത ബോധപ്പെടുത്തണമെങ്കിൽ എങ്ങനെ അതിനോട് നമുക്ക് സ്നേഹിതരായി തീരുവാൻ കഴിയും? The world will surely hate us. ഈ ലോകം തീർച്ചയായിട്ടും നമ്മെ വെറുക്കും. Our fight is not against flesh and blood, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, but against powers and principalities, എന്നാൽ അത് rulers of darkness of this world, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും അത്രേ, against the prince of this world. ഈ ലോകത്തിന്റെ അധിപതിയോടാണ് നമുക്ക് യുദ്ധമുള്ളത്. Amen. How can we be part of that world? ആ ലോകത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്ക് എങ്ങനെ കഴിയും? And we must know one thing. നാം ഒരു കാര്യം മനസ്സിലാക്കണം. Our armor is not carnal. Our weapons are also not carnal, but they are spiritual. Hallelujah. നമ്മുടെ ആയുധങ്ങൾ ജഡീകമായതല്ല, എന്നാൽ ആത്മീയമായതാണ് എന്ന് നാം മനസ്സിലാക്കണം. Our armor is also spiritual armor. നമ്മുടെ യുദ്ധം ആത്മീയമായതാണ്, അതുകൊണ്ട് നമ്മുടെ ആയുധങ്ങളും ആത്മീയമായതാണ്. And remember, our armor is totally sufficient to overcome the enemy. ശത്രുവിനെ There is nothing lacking in the armor. ശത്രുവിനെ ജയിക്കുവാൻ ശക്തമായതാണ് നമ്മുടെ ആയുധങ്ങൾ. ശത്രുവിനെ തോൽപ്പിക്കുവാൻ അതിന് സർവശക്തി, Totally sufficient അത് തികച്ചും മതിയായതാണ്. to cause us to overcome every enemy that comes against us. നമുക്ക് വിരോധമായി വരുന്ന എല്ലാ ശത്രുവിനെയും ജയിക്കുവാൻ ശക്തമായതാണ് നമുക്കുള്ള ആത്മീയ ആയുധങ്ങൾ. Saints, the word of God is very clear. ദൈവവചനം വളരെ വ്യക്തമാണ്. That the followers of the Lamb, the followers of the Lord are assured of their victory. കർത്താവിനെ അനുഗമിക്കുന്നവർ അവരുടെ വിജയത്തെ കുറിച്ച് നിശ്ചയമുള്ളവർ. And they are to rejoice with the Lamb who shall be revealed in the day of the Lord. കർത്താവിന്റെ നാളിൽ വെളിപ്പെടുന്ന കുഞ്ഞാടിനോട് കൂടി സന്തോഷിക്കേണ്ടവരാണ്. The followers of the Lord are to rejoice because He has promised us victory. നമുക്ക് വിജയം കർത്താവ് വാഗ്ദത്തം ചെയ്തതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവർ സന്തോഷിക്കണം. Now please turn with me to the book of Revelation. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് തിരിക്കാം. The book of Revelation വെളിപ്പാട് പുസ്തകം and chapter 15. അതിന്റെ 15-ാം അധ്യായം. Oh, it's a very precious scripture. അത് വളരെ വിലയേറിയ ഒരു വേദഭാഗമാണ്. Revelation chapter 15. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം. And I saw another sign in heaven, great and marvelous, 7 angels having the 7 last plagues, for in them is filled up the wrath of God. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം. Listen very carefully. Read your Bible, please. നിങ്ങളുടെ വേദപുസ്തകത്തെ തുറന്ന് വേദപുസ്തകത്തെ ശ്രദ്ധയോടൊന്ന് വായിക്കുക. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു. And I saw as it were a sea of glass mingled with fire, and them that had gotten the victory over the beast, and over his image, and over his mark, and over the number of his name, stand on the sea of glass having harps of God. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ. Saints, it talks about the company of overcomers. ഇത് വിജയികളുടെ സമൂഹത്തെയാണ് കുറിക്കുന്നത്. They have gotten victory over the beast, അവർ മൃഗത്തിന്റെ മേൽ ജയം വരിച്ചു, over his image, അവന്റെ പ്രതിമയുടെ മേൽ അവർ, over his mark, അവന്റെ and over the number of his name, അവന്റെ സംഖ്യയുടെ മേൽ അവർ ജയം വരിച്ചു. having the harps of God, ദൈവത്തിന്റെ വീണകൾ പിടിച്ചു. and they sing the song of Moses, the servant of God. Hallelujah. ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും, and they sing the song of Moses, the servant of God, and the song of the Lamb, saying, great and marvelous are thy works, Lord God Almighty, just and true are thy ways, thou King
of saints. കുഞ്ഞാടിന്റെ Glory to God. പാടി ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ Hallelujah. നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. Yes. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. Saints, I want to tell you, listen carefully. ശ്രദ്ധയോടെ This is your calling and my calling. നിങ്ങളുടെയും എന്റെയും വിളി ഇതാണ്. This is the calling of the church. സഭയുടെ വിളി ഇതാണ്. When God is about to pour his wrath upon this earth, there will be a company of people who will be present, who will sing the song of victory and stand before the Lord. ദൈവം തന്റെ ക്രോധത്തെ Hallelujah. ഒഴിക്കുവാൻ തുടങ്ങുമ്പോൾ Yes. കർത്താവിനോട് കൂടുന്ന കർത്താവിന്റെ വിജയത്തിന്റെ പാട്ട് Yes. പാടുന്ന ഒരു കൂട്ടം ഉണ്ടായിരിക്കും. They rejoice with the Lamb of God. കുഞ്ഞാടിന്റെ കൂടെ അവർ സന്തോഷിച്ചു. The day of the Lord is drawing nigh. കർത്താവിന്റെ നാൾ സമീപമായി കൊണ്ടിരിക്കുന്നു. God will have his conquerors. God will have his overcomers. ദൈവത്തിന് അതിന്റെ വിജയങ്ങൾ ഉണ്ടായിരിക്കും. They have overcome. അവർ ജയിച്ചവരാണ്. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart, I bend my knee. You are my King, O Lord, come dwell in me. I yield my heart, I bend my knee. Establish now thy throne in me. I yield my heart, I bend my knee. You are my King, O Lord, come dwell in me. I yield my heart, I bend my knee. You are